നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2023 ഡിസംബറിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വേദാന്തത്തിൽ നിന്നും. ശമാദി ഷഡ്കസമ്പത്തിഷു പരിഗണ്യതേ. ശമാദി ഷഡ്കസമ്പത്തികളിൽ പെടുന്നതേതെല്ലാമാണ്? ഓപ്ഷൻസ്: മുക്തിഹി, ഉപരതിഹി, തിതിക്ഷ, ഭക്തിഹി, സമാധാനം. ഇതിൻ്റെ ഉത്തരം നോക്കാം. വേദാന്ത അധികാരി വിചാര. വേദാന്ത സാരത്തിൽ നമ്മൾ കാണുന്നു, വേദാന്തം പഠിക്കാൻ ആരാണ് അധികാരി എന്ന് നിരൂപണം ചെയ്യുന്നതായിട്ട് എന്താണ്? അധികാരീതു വിധിവദധീത വേദവേദാംഗത്വേനാപാതതോ അധിഗത അഖിലവേദാർത്ഥോസ്മിൻ ജന്മനി ജന്മാന്തരേവ കാമ്യനിഷിദ്ധവർജനപുരസ്സരം നിത്യനൈമിത്തിക പ്രായശ്ചിത്തോപാസനാനുഷ്ഠാനേന നിർഗത നിഖിലകൽമഷതയാ നിതാന്തനിർമ്മലസ്വാന്തഃ സാധനചതുഷ്ടയസമ്പന്നഃ പ്രമാത എന്ന്. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ വേദാന്തം അധ്യയനം ചെയ്യാൻ ആരാണോ അധികാരി, അദ്ദേഹം വേദവേദാംഗങ്ങളെ വിധിപൂർവകം അധ്യയനം ചെയ്തിരിക്കണം, കർമാനുഷ്ഠാനമുള്ളവനായിരിക്കണം, സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം, അതുപോലെ പ്രമാതൃത്വം ഉള്ളവനായിരിക്കണം. ഇങ്ങനെ 4 ബിന്ദുവിൽ കൂടെ നമുക്ക് ആ അധികാരിയെ നോക്കിക്കാണാം. എന്തൊക്കെയാണ്? വേദവേദാംഗാനാം വിധിപൂർവകം അധ്യയനം, കർമാനുഷ്ഠാനം, സാധന ചതുഷ്ടയ സമ്പന്നത, പ്രമാതൃത്വം. അപ്പോൾ ഈ പറഞ്ഞ 4 മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? സാധന ചതുഷ്ടയ സമ്പന്നത. സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം ഈ അധികാരി. സാധന ചതുഷ്ടയ സമ്പന്നനാവാൻ വേണ്ടി 4 സാധനങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ്? നിത്യാനിത്യ വസ്തുവിവേക 1, ഇഹ അമുത്രാർത്ഥ ഫലഭോഗവിരാഗ 2, ശമാദി ഷഡ്കസമ്പത്തി 3, മുമുക്ഷുത്വം 4. അപ്പോൾ സാധന ചതുഷ്ടയ സമ്പന്നനാവാൻ വേണ്ടി ആ അധികാരിക്ക് എന്തുണ്ടായിരിക്കണം? ശമാദി ഷഡ്കസമ്പത്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ചോദ്യത്തിലെ വിഷയം. ശമാദികളിൽ പെടുന്നത് ഏതാണ് എന്നതാണ്. അപ്പോൾ ഏതാണ് ശമാദി ഷഡ്കം? ആ 6 ഏതാണ് എന്ന് നോക്കാം. ശമാദയസ്തു ശമ ദമ ഉപരതി തിതിക്ഷ സമാധാന ശ്രദ്ധാഖ്യാഃ. ശമാദയസ്തു ശമ ദമ ഉപരതി തിതിക്ഷ സമാധാന ശ്രദ്ധാഖ്യാഃ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ പറഞ്ഞത് ശമാദി ഷഡ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ ഇവകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് BCE, ഉപരതിഹി, തിതിക്ഷ, സമാധാനം എന്നാണ്. നമസ്കാരം.